എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെയും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആ വ്യക്തിയോട് സംസാരിക്കുന്നില്ല, ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിലും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസൊനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കാം. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെയും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് യെസ്, ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും ഇനി അതല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിലും, നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊന്നും അല്ല, പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്, അങ്ങനെയാണെങ്കിലും ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ആ ഇഷ്ടം ആ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ തുറന്നു പറയാൻ ഇപ്പോൾ തയ്യാറല്ല, അല്ലെങ്കിൽ ആ പേഴ്സണ് ആ ഒരു ഇഷ്ടം നിങ്ങളോട് തുറന്നു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്, ഒരു സിറ്റുവേഷനാണ് ഉള്ളതെന്ന് പറയാം. അതായത് ആ പേഴ്സൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനാണ്, ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ പേഴ്സൻ്റെ സാഹചര്യം അങ്ങനെയാണ്. ഇപ്പോൾ അത് ആ പേഴ്സണ് തുറന്നു പറയാൻ സാധിക്കില്ല. അതിപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും അല്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിലും രണ്ടുപേരുടെയും സിറ്റുവേഷൻ അത് തന്നെയാണ്. രണ്ടു പേർക്കും അവരുടെ ഇഷ്ടം, നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ പോലും അതൊന്നും തുറന്നു പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയും നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ പേഴ്സണ് ആ ഒരു ഇഷ്ടം അറിയാമെങ്കിലുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം ആ പേഴ്സണ് അറിയാമെങ്കിൽ ആ പേഴ്സണും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷേ ആ ഒരു ഇഷ്ടം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ ആ വ്യക്തിക്ക് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്ലാതെ ആ വ്യക്തി ഒത്തിരി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ എങ്കിലും ആ ഒരു ഇഷ്ടം ആ ഒരു വ്യക്തിക്ക് തോന്നി തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ വ്യക്തിക്ക് നിങ്ങളെ ഇനിയും ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. നിങ്ങളെന്ന വ്യക്തി ആരാണ്, നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ആ വ്യക്തിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയും ആ വ്യക്തിക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട്, അതായത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ നന്നായിട്ട് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളോട് ആ വ്യക്തിയുടെ ഇഷ്ടം തുറന്നു പറയാനായിരിക്കാം ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ മേ ബി ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ആ വ്യക്തി ചിന്തിക്കുന്നതാണ്. നിങ്ങൾ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ വന്ന് സംസാരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ തുറന്നു പറഞ്ഞതിന് ശേഷം ആ വ്യക്തിയുടെ ഇഷ്ടം തുറന്നു പറയണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം എന്നും ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട്, നിങ്ങളെന്ന വ്യക്തി ആരാണ് എന്ന് മനസ്സിലാക്കിയിട്ട്, അതായത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട്, നന്നായിട്ട് നിങ്ങളെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ വ്യക്തിയുടെ ഇഷ്ടം നിങ്ങളോട് തുറന്ന് പറയാമെന്നും ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതുപോലെ എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, ആ വ്യക്തിയുടെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി ഇപ്പോൾ ഉണ്ടായിരിക്കണമെന്നില്ല. അതുകൊണ്ട് ആ വ്യക്തിയുടെ കരിയറിലും ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട്. മേ ബി അത് കാരണമായിരിക്കാം ആ വ്യക്തിയുടെ കരിയറിൽ ഒത്തിരി ശ്രദ്ധിക്കുന്നത് കൊണ്ട് നിങ്ങളെ ഇഷ്ടമുണ്ടെങ്കിൽ പോലും ആ വ്യക്തിക്ക് അത് നിങ്ങളോട് വന്ന് തുറന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ആ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്,
നിങ്ങൾ ആ ഒരു ഇഷ്ടം, അതായത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം വന്ന് തുറന്ന് പറയട്ടെ. അതിനുശേഷം മാത്രം ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നുള്ളത് ആ വ്യക്തി തുറന്ന് പറയാം എന്നും ചിന്തിക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ നിങ്ങൾ ചെന്ന് തുറന്ന് പറഞ്ഞാലും, അതായത് നിങ്ങൾ ആ വ്യക്തിയോട് ചെന്ന് നിങ്ങളുടെ ഇഷ്ടം തുറന്ന് പറഞ്ഞാലും മേ ബി ആ വ്യക്തിയുടെ ഇഷ്ടം തുറന്ന് പറയണമെന്നില്ല. കാരണം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ, അതായത് ആ വ്യക്തിയുടെ ഇഷ്ടം തുറന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ചില സമയത്ത് ആ വ്യക്തി ചിന്തിക്കും, ഞാൻ എൻ്റെ ഇഷ്ടം തുറന്ന് പറയുകയാണെങ്കിൽ മേ ബി അവർക്കും എന്നെ ഇഷ്ടമാണെങ്കിലോ. ഈ സമയത്ത് ആ വ്യക്തി ചിന്തിക്കും, ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്ന അത്രത്തോളം, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്ന അത്രത്തോളം തന്നെ നിങ്ങളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ, അതുകൊണ്ട് ആ വ്യക്തിയുടെ സ്നേഹം തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലായാലോ, നിങ്ങളും നിങ്ങളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞാലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് ആ വ്യക്തിക്ക് അങ്ങനെ തോന്നുന്നില്ല. അതായത് നിങ്ങൾക്ക് മേ ബി ആ വ്യക്തി ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത റിലേഷൻഷിപ്പിന് ആ വ്യക്തിക്ക് താല്പര്യമില്ല. അതായത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്ന അത്രത്തോളം തന്നെ നിങ്ങളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തി ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഒരു എഫേർട്ട് ഇടാൻ തയ്യാറാവുകയുള്ളൂ. അല്ലാതെ ഒരു വ്യക്തി മാത്രം എഫേർട്ട് ഇട്ട് ഒരു ബാലൻസ് ഇല്ലാത്ത റിലേഷൻഷിപ്പിനോട് ആ വ്യക്തിക്ക് താല്പര്യമില്ല. അതായത് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണമല്ലോ, അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ആ വ്യക്തി. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്, ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് ഇടാൻ ആ വ്യക്തി തയ്യാറാണ്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് അതിന് കഴിയുന്ന ഒരു സാഹചര്യമല്ല. എങ്കിലും ആ വ്യക്തിക്ക് അതിന് കഴിയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ, എന്നുവെച്ചാൽ ഒരുപാട് സമയമെടുക്കുമെന്നല്ല, ആ വ്യക്തിക്ക് അതിന് കഴിയുമെന്ന് ആ വ്യക്തിക്ക് തോന്നുന്ന ഒരു സമയത്ത്, അതായത് ആ വ്യക്തിയുടെ ഇഷ്ടം ഇനി നിങ്ങളോട് തുറന്നു പറയാം എന്ന് ആ വ്യക്തിക്ക് തോന്നുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളോട് ആ വ്യക്തിയുടെ സ്നേഹം തുറന്നു പറയും. എന്ന് വെച്ചാൽ ഒരുപാട് നാളെടുക്കുമെന്നല്ല, ഇപ്പോൾ ആ വ്യക്തിക്ക് അതിന് പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് മാത്രമാണ് ആ വ്യക്തിയുടെ സ്നേഹം തുറന്നു പറയാത്തത്. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ആ വ്യക്തിയോട് നിങ്ങളുടെ സ്നേഹം തുറന്നു പറയട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വന്ന് തുറന്നു പറയുകയാണെങ്കിൽ പിന്നീട് ആ വ്യക്തിയുടെ സ്നേഹം വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളോട് തുറന്നു പറയാമല്ലോ എന്നും, അല്ലെങ്കിൽ കോൺഫിഡൻസോടു കൂടി തന്നെ നിങ്ങളോട് തുറന്നു പറയാമെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം, നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. ഇവിടെ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, നിങ്ങളും ആ പേഴ്സണും വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. മേ ബി ആ വ്യക്തിയുടെ സ്നേഹം തുറന്ന് പറയുകയാണെങ്കിൽ നിങ്ങളത് സമ്മതിക്കും, ഒരു വിശ്വാസം ആ പേഴ്സണുണ്ട്. പക്ഷേ ചില സമയത്തെങ്കിലും ആ വ്യക്തി ചിന്തിക്കാറുണ്ട്, ചിലപ്പോൾ ഇതെനിക്ക് വെറുതെ തോന്നുന്നതായിരിക്കാം, എന്നോട് ആ വ്യക്തിക്ക് ഇഷ്ടം ഉണ്ടാവില്ല, അതായത് നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഇഷ്ടം ഉണ്ടാവില്ല എന്നും ആ വ്യക്തി ചിന്തിക്കാറുണ്ട്. പക്ഷേ കൂടുതലായിട്ടും എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ വ്യക്തി ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അതായത് ആ വ്യക്തി എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങളും അങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളും അങ്ങനെ ആയിരിക്കാം. ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. നിങ്ങൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണ്, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല, പിണക്കത്തിലാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ, അതായത് ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങളുടെ സിറ്റുവേഷൻ അതാണെങ്കിൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് മേ ബി മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഇല്ലായിരുന്നു എങ്കിൽ അതിന് ആ വ്യക്തിയാണ് കാരണം എന്നുണ്ടെങ്കിൽ, അതായത് ആ വ്യക്തിയാണ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ശരിക്കൊരു എഫേർട്ട് ഇടാത്തത് എന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തി ഇപ്പം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് ഇടാൻ ആ വ്യക്തി തയ്യാറാണ്. അതായത് ആ വ്യക്തിയെ കൊണ്ട് കഴിയുന്നത് പോലെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് ഇടാൻ ആ വ്യക്തി തയ്യാറാണ്. അങ്ങനെ ആ വ്യക്തി എഫേർട്ട് ഇടുകയാണെങ്കിൽ, അതിന് നിങ്ങൾ ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ, അതായത് ആ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കാനും ആ വ്യക്തിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനും നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ, ആ വ്യക്തിക്ക് അതിനായിട്ട് ഒരു അവസരം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയും ചെയ്യുമെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തി അത് ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്.
ഞാൻ മുൻപ് പറഞ്ഞിരുന്നല്ലോ, അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയുണ്ട് എന്നുണ്ടെങ്കിൽ മേ ബി ആ വ്യക്തിക്കും നിങ്ങളെ ഇഷ്ടമുണ്ടായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം അവർ നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തി ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഇനിയും എഫേർട്ട് ഇടാൻ തയ്യാറാണ്. അതായത് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ആ വ്യക്തിയെ കൊണ്ട് കഴിയുന്നത് പോലെ ആ വ്യക്തി ശ്രമിക്കുമെന്നുള്ളതാണ്. ആ വ്യക്തിയും ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെക്കുറിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മേ ബി നിങ്ങളും ചിന്തിക്കുന്നുണ്ടായിരിക്കാം. മേ ബി നിങ്ങളും ആഗ്രഹിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം, ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളും ആ വ്യക്തിയെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളും ആഗ്രഹിക്കുന്നത് ഒരു സ്റ്റെബിലിറ്റി എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി ഉണ്ടാവണം. മുൻപുണ്ടായിട്ടില്ലെങ്കിൽ ഇനി ഉണ്ടാവണം. ഇനി അതല്ല, മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നെന്നിരിക്കട്ടെ, ആ ഒരു സ്റ്റെബിലിറ്റി തിരികെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിയെ നിങ്ങൾ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അത്രത്തോളം തന്നെ ആ വ്യക്തിയും നിങ്ങളെ സ്നേഹിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തിയും ചിന്തിക്കുന്നുണ്ട്. അതായത് ആ വ്യക്തി എത്രത്തോളമാണോ നിങ്ങളെ സ്നേഹിക്കുന്നത് അത്രത്തോളം തന്നെ നിങ്ങളും ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങളുടെ കാര്യം നോക്കുമ്പോഴും എനിക്കിവിടെ മനസ്സിലാകുന്നത്, അതായത് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങളുടെ കാര്യം നോക്കുമ്പോഴും എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ രണ്ടുപേരും, അതായത് ആ വ്യക്തിയും നിങ്ങളും ഇപ്പോൾ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും, അതായത് ആ വ്യക്തിയും നിങ്ങളും വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതുപോലെ എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കരിയറിലും വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്, മുൻപും ശ്രദ്ധിച്ചിരുന്നു, ഇപ്പോഴും വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷെ അതേസമയം തന്നെ നിങ്ങൾ ആ പേഴ്സണെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട്, ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കിവിടെ ലഭിച്ച മെസ്സേജസ് എല്ലാം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.